അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ദച്ചു ഋത്രം വിളിച്ചു. ഡോർ തുറന്ന് പുറത്തു പോകാൻ നിന്ന ദശ ഒരു നിമിഷം തിരിഞ്ഞു നോക്കാതെയുന്നു. കണ്ണുകളടച്ച് ചുണ്ടുകൾ കടിച്ച് ദശ വിതുമ്പി. ഇത് നിനക്ക് വേണ്ടി പറയാൻ വെച്ചിരുന്ന വാക്കുകളായിരുന്നു പെണ്ണി. പക്ഷെ ഇപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ദശയിൽ അലിഞ്ഞു ചേർന്നു. അത് പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടുമില്ല. കാരണം പെണ്ണിനെ പെണ്ണായി കണ്ടാലല്ലയോ പ്രണയം എന്ന മധുരവികാരം ഹൃദയത്തിൽ വരുന്നത്. പെണ്ണെന്നാൽ എനിക്ക് കാമം മാത്രമായിരുന്നു. എൻ്റെ വികാരം തീർക്കുന്ന ഒരു യന്ത്രമായിരുന്നു. മാറിടത്തിലല്ലാതെ ഞാൻ ഒരു പെണ്ണിനെയും നോക്കാറില്ല. പക്ഷെ ആദ്യമായി ഞാൻ നിന്റെ അരണ്ട കണ്ണുകളിൽ നോക്കി സംസാരിച്ചു. നിന്നെ അനുഭവിക്കും എന്ന് പറയുമ്പോഴും ഞാൻ നിന്നിൽ അവകാശം എടുക്കാൻ തുനിഞ്ഞില്ല. കാരണം എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയം. അത് ഞാൻ തിരിച്ചറിഞ്ഞത് നീ അന്ന് ആ ഹോട്ടൽ മുറിയിൽ എനിക്ക് വേണ്ടി കാത്തിരുന്ന നിമിഷമാണ്. അന്ന് മനസ്സിലായി ഞാൻ നിനക്കെന്ന സ്ഥാനം എന്താണെന്ന്. രുദ്രൻ്റെ വേശിയല്ല, രുദ്രൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേരേണ്ട രുദ്രൻ്റെ പെണ്ണെന്ന സ്ഥാനം. പക്ഷെ അത് അംഗീകരിക്കാൻ എന്തോ ഒരു ഭയം. അത് വേറൊന്നുമില്ല, നിന്നെ സ്വന്തമാക്കാൻ ഏതൊരു യോഗ്യതയും എനിക്കില്ല എന്നതായിരുന്നു ആ തടസ്സം. ഇനിയും പറയാതിരുന്നാൽ പെണ്ണി, ലവ് യു, റിയലി ലവ് യു ദശ. ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. യെസ് ദക്ഷ, യു ആർ മൈൻ. രുദ്രൻ തൻ്റെ പ്രണയത്തിനെ മനോഹരമായ വരികളിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ ദശയുടെ പുറകെ വന്ന് അവളുടെ കഴുത്തിൽ മെല്ലെ കടിച്ചു. ദശ അപ്പോഴും ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരുന്നു. ദശ കണ്ട ആണ് ഞാൻ മാത്രമായിരിക്കും. പക്ഷെ ഞാൻ കണ്ട പെണ്ണുങ്ങളിൽ 100-ൽ ഒരാൾ താൻ മാത്രമാണ്. പക്ഷെ 100 പെണ്ണിൽ കാണാത്തത് ഞാൻ നിന്നിൽ കണ്ടു പെണ്ണി. ദശ അനങ്ങാതെ നിന്നു. ദശയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദശയുടെ കയ്യിലൂടെ രുദ്രൻ തന്റെ വിരൽ കൊണ്ട് തലോടി. ദശ കൈകൾ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു. അവൾ അനങ്ങിയില്ല. എനിക്ക് നിന്നോട് കാമം മാത്രമായിരുന്നു. അതെപ്പോഴോ പ്രണയം മാത്രമായി മാറി. രുദ്രദേവ് പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് രതിമൂർച്ചയിലൂടെ ആഹ്ലാദം കൊണ്ടവൻ. ആദ്യമായി നിന്നോട് തോന്നിയ ആ വികാരം അതെനിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. അത് പ്രണയമാണോ എന്നൊന്നും അറിയില്ല. പെണ്ണി, നീ എൻ്റെ ഒപ്പം വേണമെന്ന് തോന്നാറുണ്ട്. എൻ്റെ നേർക്ക് കൈ ചൂണ്ടി നിൽക്കുമ്പോൾ നിന്നിൽ തുടിക്കുന്ന കവിളുകൾ ഞാൻ അറിയാതെ ആസ്വദിക്കാറുണ്ട് പെണ്ണി. ആദ്യമായി ഞാൻ മോഹിക്കുന്നു. എൻ്റെ മരണം വരെ ഈ കിടപ്പറയിൽ എൻ്റെ വേർപ്പിൽ അന്തിയുറങ്ങുവാൻ നീ വേണം. ദശ തിരിച്ച് അവൻ്റെ നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ദശ രുദ്രൻ്റെ മാറിൽ വീണ് കൈമുറുക്കി അവനെ അടിച്ചു. എടി പെണ്ണി, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാ ഒരു പെണ്ണ് ജീവനോടെ ഇരിക്കുന്നത് രുദ്രന് തല്ലിയിട്ട്. ദശയുടെ കൈനെ പിടിച്ച് മാറ്റിക്കൊണ്ട് രുദ്രൻ ചിരിയോടെ പറഞ്ഞു. പിന്നെ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കെട്ടിപ്പിടിച്ച് ഉമ്മാറണോ? ദേഷ്യത്തിൽ ദശ ചോദിച്ചു. എന്നാലും എൻ്റെ ഹൃദയം നീ അങ്ങ് മെൽറ്റാക്കി കളഞ്ഞലോടി കുറുമ്പി. ദശയുടെ മൂക്കിൽ പിടിച്ചോണ്ട് രുദ്രൻ പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണിൽ നോക്കിയിരുന്നു. രുദ്രൻ മൗനമായി അവളെ നോക്കിയിരുന്നു. അരണ്ട മാൻപേട പോലത്തെ കണ്ണിൽ അവൻ ഇമോട്ടാതെ നോക്കിയിരുന്നു. പെട്ടെന്ന് രുദ്രൻ അവളുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടോട് കോർത്തു വലിച്ചു. പ്രണയം കൊണ്ട് അവൻ ആ ചുണ്ടിനെ നൂർന്നു. ദശ അവന് ഇറുകപ്പുണർന്നു. ആദ്യമായി പ്രണയത്തിന്റെ ചുംബനം ഹൃദയം കൊണ്ട് ദശ ആസ്വദിക്കുന്നു. ഏറെ നേരം അവളുടെ ചുണ്ടിനെ അവൻ വിടാതെ ചുംബനം കൊണ്ട് നിറച്ചു. ദശ ശ്വാസം എടുക്കാനാകാതെ പിടഞ്ഞപ്പോൾ അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. രുദ്രനെ കിതപ്പോടെ ദശ നോക്കി. ഈ പ്രണയം കുറച്ചു ദിവസം ആരും അറിയാതെ അങ്ങ് പൊയ്ക്കോട്ടെ. വന്ദന, അവളുടെ പ്ലാൻ എന്താണെന്ന് അറിയുന്ന നിമിഷം നിന്റെ കഴുത്തിൽ എൻ്റെ പേര് വധിച്ച താലിച്ചരട് കയറും. അതുവരെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഈ പ്രണയം. രുദ്രൻ ദശയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഉറപ്പിപ്പോ? സംശയത്തോടെ ദശ ചോദിച്ചു. അത് ചുമ്മാ ഒന്ന് നിന്നു കൊടുക്ക്, രുദ്രൻ അലസതയോടെ പറഞ്ഞു. അസുര കൊല്ലും. ആ, വെറുതെ പോലും. ഇനി ഒരാളും എന്നെ സ്വന്തമാക്കാൻ പാടില്ല. കാരണം ഞാൻ അസുരന്റെ പെണ്ണാ. ഇനി നീ വേറെ പോയാൽ നിന്നെ ഞാൻ തന്നെ കൊല്ലും. രുദ്രൻ ദശയുടെ കവിളിൽ കടിച്ചോണ്ട് പറഞ്ഞു. എന്നാ എൻ്റെ മോൾ വയ്ക്കോ? ഇനി ഇവിടെ നിന്നാൽ പലതും നടക്കും. കെട്ടുന്ന മുന്നേ വേറെന്തെങ്കിലും നടക്കണോ എൻ്റെ പ്രിയതമേ? കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു.
പല പെണ്ണുങ്ങളെ അറിഞ്ഞ ഈ ആണിനെ എനിക്കും അറിയാൻ ഒരു പൂതി. രുദ്രന്റെ മാറിൽ ചുരുണ്ടിക്കൊണ്ട് ദശ ചോദിച്ചു. പുല്ലേ! രുദ്രന്റെ വായിൽ നിന്ന് പറഞ്ഞിപ്പാട്ടി കേട്ടു. ദശ കണ്ണുടച്ച് കാതും പൊത്തി. കൃഷ്ണ, ഞാൻ കൊടുങ്ങല്ലൂരി വല്ലതാണോ? മനസ്സിലോർത്തുകൊണ്ട് ദശമല്ലേ കണ്ണുകൾ തുറന്നു. രുദ്രൻ ദശയുടെ അടുത്ത് വന്ന് അവിടെ കാതിൽ നിന്ന് കൈകളെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദച്ചു, നിന്നെ ഞാൻ അറിയും, ഇപ്പോഴല്ല. എന്റെ ആലിലെ താലി നിന്റെ ഈ കഴുത്തിൽ വീഴുമ്പോൾ അധികാരത്തോടെ അവകാശത്തോടെ നിന്നെ ഞാൻ സ്വന്തമാക്കും. അതുവരെ നമുക്ക് പ്രണയിക്കാം. ഇതുവരെ ഞാൻ അറിയാത്ത പ്രണയം നിന്നിലൂടെ എനിക്ക് ഉണരണം. നിന്നെ കളങ്കപ്പെടുത്താൻ പറ്റില്ലടി വന്നി. നീ എൻ്റെ ആത്മാവിലാണ് അലിഞ്ഞേർന്നത്. ദശയുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് പ്രണയത്തോടെ രുദ്രൻ പറഞ്ഞു. ദശയുടെ ഹൃദയത്തിന്റെ പാരം മാറി. അവളുടെ മുഖം പൂർണ്ണചന്ദ്രന്റെ പ്രകാശമായിരുന്നു. ദശ ആടിപ്പാടി ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ വന്നതും രേണുക കൈയും കെട്ടി വാതിലെടുത്ത് ചാരി നിൽക്കുന്നത് ദശ ഞെട്ടലോടെ നോക്കിയിരുന്നു. പോയോ? അവന്റെ അടുത്ത് പോയോ? രേണുക ചോദിച്ചു. ദശ ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു വെറുതെ മോഹിക്കാൻ പാടില്ലെന്ന്. അവർക്ക് വലിയ വലിയ ആളുകളാണ്. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ജീവിതമാണ് മോളെ നീ സ്വപ്നം കാണുന്നത്, രേണുക ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മേ, മതി, നിർത്ത്. ഇതെന്റെ ജീവിതമാണ്. ഇത്രയും കൊല്ലം ഞാൻ സന്തോഷം കണ്ടോ? പറ അമ്മേ. ആദ്യമായിട്ടല്ലേ അമ്മേ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നിയത്. അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല അമ്മേ. എനിക്ക് ആ അസുരനോട് അത്രമേൽ ഭ്രാന്തമായ പ്രണയമാണ് അമ്മേ. ദശ പറഞ്ഞുകൊണ്ട് അകത്തു നിന്നു. അപ്പോൾ നാളത്തെ നിശ്ചയം? സംശയത്തോടെ രേണുക ചോദിച്ചു. അത് ആ അസുരൻ തന്നെ മുടക്കിക്കോളും. കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ദശ തന്റെ മുറിയിൽ പോയി. ഈശ്വര, എൻ്റെ മോളെ കാത്തോളണേ, രേണുക പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ മുറിയിൽ പോയി കിടന്നു. നേരം പുലർന്നു. കൊട്ടാരത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ദശയെ അവിടെ ഒന്നും കണ്ടില്ല. രുദ്രൻ ഗസ്റ്റ് ഹൗസിൽ പോയി. സാറേ, അവൾ അമ്പലത്തിൽ പോയി, പേടിയോടെ രേണുക പറഞ്ഞു. രുദ്രൻ ചിരിയോടെ പോവാൻ നിന്നു. സാറേ, രേണുക പേടിയോടെ വിളിച്ചു. രുദ്രൻ തിരിഞ്ഞ് സംശയത്തോടെ നോക്കി. സാറേ, ഞങ്ങൾ പാവങ്ങളാണ്. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ അകത്തുണ്ട്. മോളെന്നാൽ ജീവനാണ്. എൻ്റെ മോള് ഒരുപാട് സ്വപ്നം കാണുന്നു സാറേ, ചതിക്കരുത്. ഇതെൻ്റെ അല്ല, ഒരമ്മയുടെ യാചനയാണ് സാറേ, കൈകുപ്പി ഇടർച്ചയോടെ രേണുക പറഞ്ഞു. രുദ്രൻ ചിരിയോടെ ആ കൈകളിൽ തൻ്റെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. അമ്മേ, രുദ്ര ഒരിക്കൽ ഒരുപാട് പെണ്ണുങ്ങളുടെ നടുക്കിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്. പെണ്ണെന്നാൽ എനിക്ക് മാംസം മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ ദച്ചു, അവൾ എൻ്റെ നേർക്ക് ഒരിക്കൽ ചോദിച്ചു, എന്നെ കെട്ടാൻ എന്ത് യോഗ്യത തനിക്കുണ്ട്, ഞാൻ കന്യകയാണ്, ധൈര്യത്തോടെ ഇയാൾക്ക് പറയാൻ പറ്റുമോ എന്ന്. അന്ന് ആലോചിച്ചു, ഒരു പെണ്ണിന് മാത്രമല്ല ആണിനും ഈ പറയുന്ന പരിശുദ്ധി ഉണ്ടെന്ന്. അതിനുശേഷം എനിക്കൊരു പെണ്ണിനെയും പ്രാപിക്കാനായില്ല. സത്യം പറഞ്ഞാൽ ദച്ചുവിൻ്റെ മണം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ആരെ തൊട്ടാലും അവളുടെ മണമായിരുന്നു. അതെന്നിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്നെ മാറ്റിയത് ദശയാണമ്മീ. അതുകൊണ്ട് അവളെ എൻ്റെ ആത്മാവിലാണ് ചേർത്ത് പിടിച്ചത്. ഇനി അവളെൻ്റെ ആത്മാവിൽ നിന്ന് പിരിയണമെങ്കിൽ ഞാൻ മരിക്കണം. വാക്ക് തരുന്നു അമ്മീ, എൻ്റെ ദശ ഒരിക്കലും കരയില്ല. രുദ്രൻ വാക്ക് കൊടുത്തു. രേണുക ഒന്നും മിണ്ടാതെ ചിരിയോടെ നോക്കി. രുദ്രൻ തിരിഞ്ഞതും മുന്നിൽ ദശയെ കണ്ടു. ഡി പുല്ലേ, നിന്റെ നിശ്ചയമാണ് അവിടെ. മര്യാദയ്ക്ക് റെഡിയായിട്ട് അങ്ങോട്ട് വാ, അല്ലെങ്കിൽ നിന്റെ മറ്റവന് സങ്കടമാകും. കള്ളച്ചിരിയോട് രുദ്രൻ പറഞ്ഞുകൊണ്ട് പോയി. ദശ ഒന്നും മിണ്ടാതെ രുദ്രൻ പോകുന്നത് നോക്കിക്കൊണ്ട് രേണുകയുടെ അടുത്ത് വന്നു. എനിക്ക് പേടിയില്ല മോളെ, മോളുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ, ചിരിയോടെ രേണുക പറഞ്ഞു. കൊട്ടാരത്തിൽ ദശ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ കയറി. നിന്റെ അല്ലേ നിശ്ചയം? സജിയ വാ വിളിച്ചോണ്ട് ചോദിച്ചു. ആ നടക്കില്ല, മുഖം നോക്കാതെ പറഞ്ഞുകൊണ്ട് ദശ ജോലി ചെയ്തു. കുമാരി ദശയെ ഒരു നിമിഷം നോക്കിയിരുന്നു. അല്ല, നിന്റെ കവളിൽ എന്താണ് പാട്? സജിയ ദശയുടെ കവളിൽ തൊട്ട് ചോദിച്ചു. അതോ, ഒരു കടിച്ചപ്പട്ടി കടിച്ചതാ, മാറിക്കോളും, ഒരു കൂസലില്ലാതെ ദശ പറഞ്ഞു. കുമാരിയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. ദശ പറയാതെ തന്നെ കുമാരിക്ക് എല്ലാം മനസ്സിലായി. ഹാളിൽ വരുന്ന വന്ദന ദശ വന്നത് കണ്ട് അമ്പരപ്പോടെ നിന്നു.
ദശ രുദ്രന് ടീ എടുത്തുകൊണ്ട് മുകളിൽ പോയി. ഇവളെന്താ ഒരുക്കങ്ങളില്ല നിൽക്കുന്നത്? ഇവൾക്കല്ലേ ഇന്ന് നിശ്ചയം? സംശയത്തോടെ വന്ദന ഓർത്തു. ദശ മുറി തുറന്ന് രുദ്രന്റെ അടുത്ത് പോയി. ദാ ടീ. ചിരിയോടെ ദശ കൊടുത്തു. എനിക്കിന്ന് ടീ വേണ്ട, രുദ്രൻ മെല്ലെ എഴുന്നേറ്റ് പറഞ്ഞു. പിന്നെ കണ്ണുകൾ വിടർത്തി ദശ ചോദിച്ചു. എനിക്ക്. രുദ്രൻ കൈപ്പൊക്കി ക്ഷീണം മുറുക്കിക്കൊണ്ട് ദശയെ അടിപൊളി നോക്കി. ദശ അവനെ നോക്കിയിരുന്നു. രുദ്രൻ അവളുടെ കയ്യിലിരുന്ന കപ്പിനെ മേടിച്ച് ടേബിളിൽ വെച്ചു. രുദ്രൻ ദശയുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് അവളുടെ കഴുത്തിൽ മെല്ലെ കടിച്ചുകൊണ്ട് ചുമ്മനം കൊടുത്തു. ദശ കണ്ണുകളടച്ച് അനങ്ങാതെയിരുന്നു. എനിക്ക് നീ ഇപ്പോൾ ലഹരിയാകുക പണി, രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഇതൊക്കെ വാതിലിൽ നിന്ന് 2 കണ്ണുകൾ നോക്കിയിരുന്നു. ആ കണ്ണിൽ ഞെട്ടലുണ്ടായിരുന്നു. തുടരും.